എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ABC പൗഡർ മിക്സ് ആണ്. ഈ ഒരു ABC മിക്സ് പാലിൽ കലർത്തി കുടിക്കുന്നത് കൊണ്ട് ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പിനെ തടയാനും നമ്മുടെ സ്കിന്നിന് നല്ല നിറം വെക്കാനും അതുപോലെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഈ ഒരു പൗഡർ. ഇപ്പോൾ നല്ല വെയിലുള്ള ഈ ഒരു സമയത്ത് ഇതുപോലൊരു ഹെൽത്തി മിക്സ് എല്ലാവരും തയ്യാറാക്കി വെക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ABC മിക്സ് പൗഡർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ആപ്പിളും 1/2 കിലോ ക്യാരറ്റും 300 ഗ്രാം അളവില് ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കഴുകി എടുത്തിട്ടുള്ള ഈ ഒരു ചേരുവകളുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ABC ഞാനിവിടെ നല്ല പോലെ തന്നെ തോലൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആപ്പിള് കറ ഇളകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്കിതിലേക്ക് ഓരോന്ന് ഗ്രേറ്റ് ചെയ്തിട്ടു. ക്യാരറ്റ്, ആപ്പിൾ ഞാൻ ഇതുപോലെ ചിപ്സ് കട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിള് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്തേക്ക് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം. ഇതിപ്പോ രാവിലെ വെക്കുവാണെങ്കിൽ നമുക്കൊരു 2 ദിവസത്തെ വെയിൽ കൊണ്ട് വേണം ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ടും അഴുക്കും പൊടിയൊന്നും വരാത്ത ഭാഗത്ത് വേണം വെച്ച് ഉണക്കിയെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ ABC മിക്സ് ഉണക്കാൻ വെച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസമായപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിവിടെ ഉണക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു ആപ്പിൾ ഉണക്കിയെടുക്കാനാണ് കേട്ടോ അല്പം ബുദ്ധിമുട്ടുണ്ടായത്. കാരണം നമ്മൾ ഈ ഒരു പീസ് രീതിയിലാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചൂടോടുകൂടി തന്നെ ഈ ചൂടൻ ആറിക്കഴിഞ്ഞാൽ ഇത് തണുത്തു പോകും. ചൂടോടുകൂടി തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു പൗഡർ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പൊടി വേണമെങ്കിലും ചേർക്കാം. ഉണങ്ങി വന്നപ്പോഴേക്കും ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ള അളവേ ഉള്ളൂ. ഉണക്കാൻ വെച്ചപ്പോൾ ഒരു പാത്രം നിറയെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടമ്മമാരായ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് വെയിലത്ത് വെച്ചല്ലാതെ വേറെ ഒരു രീതിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വെയിലത്ത് വെച്ച് തന്നെയാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് എന്ത് വെച്ചാലും ഉണങ്ങുന്ന ആ ഒരു ഭാഗമാണ്. അതുകൊണ്ട് 3-4 ദിവസം വെയിലത്ത് രാവിലെ എടുത്ത് വെച്ചു, വൈകുന്നേരം ആയപ്പോൾ എടുത്തു മാറ്റി, പിന്നെ ഒരു കോട്ടൺ ഇട്ട് മൂടി വെച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു എന്ന് പറഞ്ഞ് ബാഡ് കമന്റ് തരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ എല്ലാ കാര്യങ്ങളും ചോറ് വെക്കുന്ന അരി വരെ പുഴുങ്ങി വെയിലത്തിട്ട് ഉണക്കി തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും നമുക്കൊരു അസുഖം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വാങ്ങിക്കുന്ന പഴങ്ങളാകട്ടെ പച്ചക്കറികളാകട്ടെ ഇതിലെല്ലാം നല്ല അതിനുള്ള മരുന്നുകളൊക്കെ അടിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അത് നിർത്ത് ആദ്യം. അല്ലാതെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ആഡ് കമന്റ് തരുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ABC മിക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബ്രൗൺ കളറിലാണ് കേട്ടോ നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഞാൻ ഇതിന്റെ പകുതി ഭാഗം പൊടി മാറ്റി വെച്ചതിന് ശേഷം പകുതിയോളം പഞ്ചസാര കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കാനും പോകുന്നത്. പിന്നെ ഈ പകുതി ഭാഗം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പകുതി പൊടിയോളം നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് പൊടിക്കാം. പഞ്ചസാര ചേർത്ത് പൊടിക്കാനായിട്ട് 1/2 കപ്പോളം പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ പഞ്ചസാര ചേർത്ത പൊടിയും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ ഒരു മിക്സിന്റെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഈ ഒരു കണ്ടെയ്നർ അടച്ചൊന്ന് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ നമ്മുടെ ABC മിക്സ് കലക്കിയെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് പാല് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരട്ടെ. പാലിവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. തിളച്ചു വന്നിട്ടുള്ള പാലിന്റെ ചൂടൊന്ന് ആറി കിട്ടണം. അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാലിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് മിക്സ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിന്ന് 2 ഗ്ലാസ്സിലേക്കാണ് ഞാനിവിടെ 2 സ്പൂൺ പൗഡർ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര ചേർത്ത പൊടിയാണ് ഇപ്പോൾ ഇന്നിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചുകൂടി എടുക്കണം. ചെറിയ തരിയൊക്കെ ഇതിനകത്തേക്ക് ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ അരിച്ചെടുത്ത് കഴിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ട, ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പൗഡർ ഇതുപോലെ കലക്കി വെച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. മുതിർന്നവർക്ക് കുടിക്കാനൊക്കെ ആണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതൊന്ന് അരിച്ചുകൂടി എടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, വെയിലേറ്റ് ഉണ്ടാകുന്ന കരിവാളിപ്പ്, ഇതൊക്കെ മാറിക്കിട്ടാനായിട്ട് നിത്യവും നമുക്ക് ഒരു ഗ്ലാസ് വീതം പാലിൽ കലർത്തി കുടിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പാലിൽ കലർത്തി കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ കലക്കിയും നമുക്ക് ഇതുപോലെ തന്നെ കുടിക്കാവുന്നതാണ്. പാൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 ഗ്ലാസ് എടുത്ത് വെക്കുക. ഇനി നമ്മൾ അരിച്ചെടുത്ത പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ABC മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് തന്നെ തയ്യാറാക്കി വെക്കണേ. നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ചെയ്തെടുക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ നല്ലൊരു ഹെൽത്തി മിക്സ് ആണ്. ഈ ഒരു മിക്സ് നിങ്ങൾ തയ്യാറാക്കി നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവരുടെ ശരീരാരോഗ്യം നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ശരീര സൗന്ദര്യവും മുഖ സൗന്ദര്യമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ വെച്ച് സൂക്ഷിക്കുവാണെങ്കിൽ ഒരു മായവും കലർത്താതെ തന്നെ നമുക്ക് തയ്യാറാക്കി കുടിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.